ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ادعوا ربكم تضرعا وخفيا. رب اشرح لي صدري ويسر لي امري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നാനാഭാഗത്തു നിന്നും നമ്മളെ സ്വാധീനിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുള്ള വലിയൊരാശ്വാസം ആ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹുവിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞ് മനസ്സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം അല്ലാഹു തീരുമാനിച്ച ഒരു തീരുമാനം അതൊരാൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ പണം കൊണ്ടോ അധികാരം കൊണ്ടോ അവനുണ്ടെന്നവൻ അഭിമാനിക്കുന്ന അവന്റെ ആരോഗ്യം കൊണ്ടോ റബ്ബിന്റെ ഒരു തീരുമാനം മാറ്റാൻ അവനെക്കൊണ്ട് സാധിക്കില്ലെങ്കിൽ റബ്ബ് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ ഒരു തീരുമാനം അല്ലാഹു മാറ്റുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. ലാ യുറുദ്ദുൽ ഖളാഉ ഇല്ല ദുആ. ലാ യുറുദ്ദു, അല്ലാഹു മാറ്റുകയില്ല, അൽ ഖളാ, റബ്ബിന്റെ വിധി. നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അല്ലാഹു തീരുമാനിച്ച ഒരു വിധി അല്ലാഹു മാറ്റുന്നത് ഇല്ല ദുആ, പ്രാർത്ഥന കൊണ്ടല്ലാതെ അല്ലാഹു അത് മാറ്റുകയില്ല. അവനവന്റെ ഹൃദയം റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അതൊരു വിശ്വാസിയുടെ ആയുധമാണ്. ഏത് സങ്കടത്തിലും അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസത്തിലും മനസ്സ് നിറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ
മനുഷ്യൻ പോലും നിസ്സഹായനാകുന്ന ഒരു സമയത്ത് അള്ളാഹുവിന്റെ സഹായം വന്നെത്തും. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥയുണ്ട്. ആഴ്ചകൾക്ക് മുൻപേ അജ്മാൻ എന്ന പ്രദേശത്ത് വെച്ചൊരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് വിട്ട് കിട്ടാൻ വേണ്ടി 4-5 ദിവസം എടുക്കുകയും അവസാനം ദുബായ് ഭരണത്തിന്റെ കീഴിൽ, അജ്മാൻ ഭരണത്തിന്റെ കീഴിൽ നിശ്ചയിക്കപ്പെട്ടതും ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയതും വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിലേക്കായിരുന്നു. ആ വിവരം നാട്ടിലുള്ള ആളുകളെ അറിയിച്ചപ്പോ ആ മയ്യത്ത് വിട്ടുകിട്ടാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ചൊവ്വാഴ്ച രാവിലെ വൈകുന്നേരം ഒരു ഫോൺ കോൾ വന്നു. നാട്ടിൽ മരണപ്പെട്ടവന്റെ ഉമ്മയുടെ കോള്. ആ ഉമ്മ കണ്ണുനീരോടെ ചോദിച്ച ചോദ്യം, നിങ്ങൾക്കതൊന്ന് വ്യാഴാഴ്ചത്തേക്ക് മാറ്റാൻ പറ്റുമോ? വെള്ളിയാഴ്ച നാട്ടിൽ കൊണ്ടുവന്ന് ജുമഅക്ക് മുൻപ് അവനെ മറമാടിയാൽ ആ ജുമഅയിൽ പങ്കെടുക്കുന്നവരുടെ പ്രാർത്ഥനയും അവന് കിട്ടുമായിരുന്നു. നിങ്ങൾക്കതൊന്ന് വ്യാഴാഴ്ചത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആളുകൾ നിസ്സഹായതയോടെ പറഞ്ഞു, അതൊരിക്കലും സാധ്യമാകുന്നില്ല. കാരണം അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ഫ്ലൈറ്റ് പോലും ചാർട്ട് ചെയ്യപ്പെട്ടതാണ്. പിന്നീട് മണിക്കൂറുകൾക്കപ്പുറം അത്ഭുതത്തോടെ ആ പ്രവർത്തകർ പറയുന്നു, ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഒരിക്കൽ പോലും യാത്ര തിരിച്ചുവെക്കാത്ത, അതല്ലെങ്കിൽ ആ എയർലൈൻസിന്റെ ആളുകൾ വിളിച്ചിട്ട് പറയുന്നു, വെള്ളിയാഴ്ചത്തേക്കുള്ള യാത്ര ഞങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പകരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റിൽ നിങ്ങളുടെ ആ മയ്യത്ത് ഞങ്ങൾ കൊണ്ടുപോകും. മനുഷ്യരെ ഒരു പ്രാർത്ഥനയാണ് മനുഷ്യന്റെ തീരുമാനം മാറ്റുന്നത്. അവനവന്റെ ജീവിതത്തിലുള്ള ഓരോ സങ്കടങ്ങളും റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അവൻ മനസ്സു തുറന്നാൽ ഏത് അവന്റെ ചോദ്യവും അള്ളാഹു സ്വീകരിക്കും, അത് ഹറാമല്ലെങ്കിൽ. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിച്ചതും റബ്ബിന് ഏറ്റവും ഇഷ്ടം ആ റബ്ബിനോട് നമ്മൾ പാശ്ചാത്തപിക്കുന്നതും ചോദിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം ഓർമ്മപ്പെടുത്തി, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. എന്നെ തേടി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്കും പോകരുത്. അള്ളാഹുവിനെ കാണാൻ ഏതെങ്കിലും മക്ബറയിലേക്കോ ജാറത്തിലേക്കോ, അള്ളാഹുവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ മന്ത്രിച്ചൂതിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പോകണ്ട. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ കണ്ടനാടിയോട് ചേർന്ന് നിൽക്കുന്ന എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം തരും. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യം എന്താണെന്നറിയോ? മല്ലം യസ്അലില്ല, ഒരാൾ അള്ളാഹുവിനോട് ഒന്നും ചോദിക്കുന്നില്ല, അവൻ ചെയ്ത കുറ്റം പറയുന്നില്ല, അവന് പറ്റിപ്പോയ അബദ്ധം പറയുന്നില്ല, അവൻ ചെയ്തു പോയിട്ടുള്ള മാരക തിന്മകൾ പറയുന്നില്ല, അവൻ അള്ളാഹുവിന്റെ സ്വർഗം ചോദിക്കുന്നില്ല, ഇതൊന്നും അവൻ അള്ളാഹുവിനോട് പറയുന്നില്ലെങ്കിൽ യഗ്ളബു അലൈഹി, അവനോട് അള്ളാഹുവിന് ദേഷ്യമാണ്, അവനോട് റബ്ബിന് വലിയ ദേഷ്യമാണ്. വിശുദ്ധ ഖുർആനിന്റെ ഭാഗത്ത് മറ്റൊരു പ്രവാചക വചനത്തോട് ഓർമ്മപ്പെടുത്തി, ലൈസ ശൈഇൻ അക്റമു അലല്ലാഹ്, അള്ളാഹുവിന് നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെന്നറിയുമോ? മിനദ്ദുആ, പ്രാർത്ഥനയേക്കാൾ റബ്ബിന് ഇഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല. പക്ഷെ ഇന്ന് നമസ്കരിക്കുന്ന വ്യക്തികൾക്ക് പോലും റബ്ബിന്റെ നേരെ കൈനീട്ടുമ്പം സമയം കുറവാ. വയലുകൾ ഒരുപാട് കേൾക്കുന്നവർക്ക് 10 മിനിറ്റ് പടച്ചവനോട് മനസ്സു തുറക്കാൻ നേരം കുറവാ. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അധികരിച്ചാൽ സങ്കടപ്പെടുന്നവരാ പരലും. അവിടെയാണ് ലോകത്തിന്റെ ഹബീബ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഹൃദയം തുറന്ന് കൽപറയുന്ന പടച്ച റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും, ഫഇൻ സനാ, വ്യഭിചരിച്ചിട്ടുണ്ടോ, വഇൻ ശരിബൽ ഖംറ, കള്ളുകുടിച്ചു പോയിട്ടുണ്ടോ, വഇൻ സറക, അന്യന്റേത് മോഷ്ടിച്ചിട്ടുണ്ടോ, എന്ത് നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അത് കടലിലെ നുരയോളം പതയോളം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റാത്തത്ര നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഉദ്ഊ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ അള്ളാഹുവിനോട് അത് പറഞ്ഞേക്കണം. എങ്കിൽ പടച്ച റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും. പക്ഷേ ഒരു പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളും അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ ഉള്ളവരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക.
ഒന്നാമത്തെ നിബന്ധന, അവൻ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവന്റെ വരുമാനം, അവന്റെ ഭക്ഷണം, ഇതെല്ലാം ഹലാലായിരിക്കണം. ഹറാമായ അവന്റെ ഭക്ഷണം അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ പ്രാർത്ഥന റബ്ബിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. നബി തങ്ങൾ ഒരിക്കൽ സഹാബത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തൊരു കഥയുണ്ട്. ഒരു വ്യക്തി വല്ലാത്ത പരീക്ഷണത്തിലാ. അവൻ ആ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ മുടികളെല്ലാം പാറിപ്പറന്ന് ക്ഷീണിച്ച് രണ്ട് കൈയും ആകാശത്തേക്ക് നീട്ടുന്നുണ്ട്. എന്നിട്ടവൻ വിളിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്നവൻ ഹൃദയം തുറന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ മൽബസഹു ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമാ. അതിനർത്ഥം അവൻ ഉടുത്തത് പട്ട് എന്നല്ല, അവൻ ആ പൈസ കൊണ്ട് വാങ്ങിയത് ഹറാമായ മുതലുകൊണ്ടാണ്. വമശ്റബഹു ഹറാം, അവൻ കുടിച്ചതും ഹറാമാ. വമഅകുലുഹു ഹറാം, അവൻ ഭക്ഷിച്ചതും ഹറാമാ. വമൻസിലുഹു ഹറാം, അവന്റെ വീടും ഹറാമാ. വമർകബഹു ഹറാം, അവന്റെ വാഹനവും ഹറാമാ. എന്നിട്ട് കൈമലർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഫഅന്നാ യുസ്തജാബ ലഹു, പിന്നെങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുക? അതുകൊണ്ട് തന്നെ റബ്ബിന്റെ നേരെ കൈനീട്ടുന്ന ഒരു വ്യക്തിയുടെ സമ്പത്ത്, അവന്റെ വരുമാനം അത് ശുദ്ധമാകണം. അത് ചെറുതൊക്കെ ശുദ്ധമാവണ്ട, വലുതൊക്കെ നോക്കിയാൽ മതി എന്നല്ല തിരുദൂതന്റെ വാക്ക്. ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇന്നല്ലാഹ തയ്യിബുൻ, അല്ലാഹു ശുദ്ധിയുള്ളവനാ, ശുദ്ധന. ലാ യഖ്ബലു ഇല്ലാ തയ്യിബൻ, ശുദ്ധമല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നത്തെ സാമൂഹികാന്തരീക്ഷത്തിൽ മറ്റുള്ളവരെ പറ്റിച്ചും സങ്കടപ്പെടുത്തിയും നമ്മൾ എത്ര നേടിയിട്ടുണ്ടെങ്കിലും അത് നമ്മിലുള്ള കാലത്തോളം ഒരു പ്രാർത്ഥന പോലും അല്ലാഹുവിന്റെ അരികിലേക്ക് എത്തുന്നില്ല. കഴിക്കുന്ന ഭക്ഷണം, സഞ്ചരിക്കുന്ന വാഹനം ഏതാവട്ടെ, മക്കൾക്ക് തിന്നാൻ കൊടുത്തതുപോലും മക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. ഭാര്യമാര് തിരിച്ചു ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. അത് നമ്മളെ ശരീരത്തിലുള്ള കാലത്തോളം ആ ശരീരം പോലും റബ്ബിന്റെ സ്വർഗം നിരാകരിക്കുമെന്ന്, സ്വർഗം പ്രവേശനം തടയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമ്മളേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ആർത്തി പിടിച്ചോടുകയാ മനുഷ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി. ഏതർത്ഥത്തിലും ഏത് തിന്മ ചെയ്തിട്ടും അവനവന്റെ ബാങ്ക് ബാലൻസ് വലുതാക്കാനും അവനവന്റെ സാമ്പത്തിക മെച്ചപ്പെടുത്താനും ഹക്കും ബാത്തിലും നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കച്ചവട രംഗത്ത്, അതല്ലെങ്കിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോ, അതല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ജോലി രംഗത്ത് പോലും ആ തട്ടിപ്പുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാ. ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നമായി ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇന്നത്തെ ബിസിനസ്സുകാർക്കിടയിൽ, കച്ചവടക്കാർക്കിടയിലുള്ള അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള യാത്രകളാണ്. എല്ലാ കച്ചവടക്കാരും അത്തരക്കാര് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. മറിച്ച് ഇന്ന് ചില ആളുകൾ വാടക അന്യായമായി കൂട്ടിച്ചോദിക്കുന്നു. ആരും നോക്കാനില്ലാത്തൊരു കാലത്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനം തെരഞ്ഞെത്തി ആ സ്ഥാപനത്തിന്റെ വാടക ഉറപ്പിച്ച് അവിടെ കച്ചവടം തുടങ്ങി അവന്റേതായ ബിസിനസിന്റെ തന്ത്രം കൊണ്ടും അവന്റേതായ പ്രാർത്ഥന കൊണ്ടും അവന്റെ ബിസിനസ് അല്പം വലുതാകുമ്പോ 5 കൊല്ലം ആ വാടക കൊടുത്ത് കുടുംബം പോറ്റിയിരുന്ന വ്യക്തി തിരിച്ചു വന്ന കച്ചവടത്തിന്റെ ബാഹുല്യവും ആൾക്കൂട്ടവും കണ്ടു പറയുന്നു, എനിക്കതിന്റെ ഇരട്ടി കിട്ടണം. എങ്ങനെയാ ഇവന്റെ കുടുംബം ആദ്യത്തിലേക്ക് എത്തിപ്പെട്ടത്? വാടക കൂട്ടിച്ചോദിക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. മറിച്ച് കച്ചവടം കാണുമ്പം ആവശ്യക്കാര് കൂടും, സ്ഥാപനത്തിന് ആൾക്കാർ കൂടും, അവര് മുതലാളിയെ സ്വാധീനിക്കും. വാടക കൂട്ടിച്ചോദിച്ച് അവൻ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ അതേ ബിസിനസ് ഞങ്ങൾ നടത്തി, ഞങ്ങൾ നിങ്ങൾക്ക് ഇരട്ടി തരാമെന്ന ധാരണയിലാണ് അങ്ങനെ സമ്പാദിക്കുന്നതെങ്കിൽ ഇസ്ലാം ഒരിക്കലും അത് ഹലാലാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ മേൽവാടക വിഷയത്തിൽ പോലും ഉലമാക്കൾ കൃത്യമായ ധാരണ ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ആരോടോ പറഞ്ഞു വാക്കൊപ്പിച്ച് ഒരു ധാരണ മാത്രം വാക്കിലൊതുക്കി പിന്നീട് മേൽവാടക കൊടുത്ത് മുതലാളി അറിയാതെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകൾ ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിൽ? അത് നൽകപ്പെടുന്ന ഒറിജിനൽ മുതലാളി ആ വിഷയം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ, ആ മുതലാളി അംഗീകാരത്തോടുകൂടിയാണെങ്കിൽ നിങ്ങൾക്ക് മേൽഭാഗം കൊടുക്കാം എങ്കിൽ അത് മറ്റൊരാളെ ദുരിതപ്പെടുത്തുന്നതാവാൻ പാടില്ല. ഇനി അതല്ല, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെതായ ഉൽപ്പന്നത്തിൽ ആ ഷോപ്പിൽ നിങ്ങളായിരിക്കണം മുതലാളിയെപ്പോലെ ആ ഷോപ്പിന് വേണ്ട കൈകാര്യകർത്തത്തിൽ ഒന്ന് പെയിന്റ് അടിക്കാൻ, അവിടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളും സന്നദ്ധനാവണം. അല്ലാതെ ഇടക്ക് നിന്ന്
മുതലാളി അറിയാതെ മേൽവാടക കൊടുത്ത് പ്രശ്നം വരുമ്പോൾ മുതലാളിന്റെ തലയിലിട്ട് എടക്ക നിന്ന് പൈസ വസൂലാക്കുന്ന രീതിയും അനുവദനീയമല്ല എന്ന് ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് ജോലിയുടെ രംഗത്താണെങ്കിൽ പോലും ഇന്ന് പലരും സ്ഥാപനം തുറന്നു വെച്ചിട്ട് ജനങ്ങളെ സ്വാധീനിക്കും. നിങ്ങൾക്ക് വിസ തരാം, നിങ്ങൾക്ക് 6 മണിക്കൂർ പണി, 8 മണിക്കൂർ പണി, അതും കേസിലിരിക്കുന്ന പണി. ആവേശത്തോടുകൂടി കിടപ്പാടം പടയപ്പെടുത്തി പല സാധു ചെറുപ്പക്കാരും ട്രാവൽസുകാരന്റെ വാക്കുകേട്ട് ഇറങ്ങിച്ചെല്ലും. അവസാനം വിദേശത്തെത്തുമ്പോ അവന്റെ ജീവിതത്തിൽ 16 മണിക്കൂർ പണിയും കിടന്നുറങ്ങാനും ഭക്ഷണവും കിട്ടുന്നില്ല എങ്കിൽ വാങ്ങിവെച്ച കെട്ടുകൾ നിങ്ങളുടെ ഭാരങ്ങളിൽ വലിയ ഭാരമായി നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. വാഹന കൈമാറ്റ രംഗത്ത് പോലും ഡോക്ടർമാരുടെ ചിഹ്നമൊട്ടിച്ചാൽ കുത്തിപ്പാളീസായി പൊട്ടിപ്പൊളിഞ്ഞ വാഹനം പുട്ടിട്ടുകൊണ്ടുവന്ന് ഡോക്ടറുടെ സ്വാധീനത്തിലുള്ള വണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ അത് കച്ചവട തന്ത്രമായേക്കാം. അത് ആക്റ്റീവയാണെങ്കിലും ഇരുചക്രവാഹനമാണെങ്കിലും 4 ചക്രമാണെങ്കിലും മറ്റൊരാളെ വഞ്ചിച്ചിട്ട് 1 രൂപ കുടുംബത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ 1 രൂപ ശരീരത്തിലും സമ്പത്തിലും കയറിയ കാലത്തോളം ലാ യുഖ്ബലു, അള്ളാന്റെ സ്വർഗത്തിലേക്ക് അവരെത്തുകയില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന റബ്ബിന്റെ അരികിലേക്ക് എത്തണമെങ്കിൽ സമ്പത്ത് സംശുദ്ധമാകണം. ഏത് രംഗത്തും ഇന്ന് പൊതുവെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ചില സാമ്പത്തിക അക്രമങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇതെല്ലാ രംഗത്തുമുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഇടയാളനായി നിന്ന് വെറുതെ കമ്മീഷൻ പറ്റുന്നവരുണ്ട്, ഇസ്ലാം അനുവദിച്ച കമ്മീഷനുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ഭയപ്പെടുത്തി കാര്യം നേടും. അവനൊന്ന് സംതൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഓൻ രാഷ്ട്രീയപരമായി നമ്മളിടയിൽ വന്ന് ഇടങ്കോടുണ്ടാക്കും എന്ന ഭയത്തിന്റെ പേരിൽ ഒരാൾ എന്തെങ്കിലും കൊണ്ടുത്തരുമ്പം ആ കമ്മീഷൻ പറ്റുന്ന രീതിയൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ഇന്നത്തെ സാമ്പത്തിക സമ്പാദന രീതികളിൽ പലതും അല്ലാഹു ഹറാമാക്കിയതാ. അതിന്റെ പേരിലാ ഇന്ന് സമൂഹം ദുരിതപ്പെടുന്നു. അതിന്റെ പേരിലാ നല്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാത്തത്. അതിന്റെ പേരിലാ പലരും മനസ്സ് വേദനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ പണം സംശുദ്ധമല്ലേ, ഹലാലല്ലേ, അവന്റെ പ്രാർത്ഥന അവന്റെ തലവിട്ട് കടക്കുന്നില്ല, അള്ളാന്റെ അരികിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ ചോദിച്ച സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകില്ല. പാപങ്ങൾ മുഴുവനും പൊറുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും റബ്ബിന്റെ അരികിലെത്തുമ്പോ ആ പാപഭാരത്തിന്റെ കണക്ക് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. രണ്ടാമത്തത്, പ്രാർത്ഥനയിൽ വിനയമുള്ളവരാകണം. ഭക്തിയോടെ റബ്ബിനോട് ചോദിക്കണം. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. നിങ്ങൾ റബ്ബിനോട് ചോദിക്കേണ്ടത് വിനയത്തോടെയും രഹസ്യമായിട്ടുമാകണം. നാം പാപിയാണെന്ന ബോധമുണ്ടാകണം. എനിക്കെന്തോ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് പലരും ദുആ ചെയ്യുന്നത് പോലും ആളെ കാണിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാ ഹറമിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണാറില്ലേ, ഉറക്ക ജാഥ വിളിക്കുന്ന രീതിയിൽ ദുആ നടത്തുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ബസ് കുത്തിരുന്ന് ക്ലിക് സുബ്ഹാനല്ലാഹ് ചെയ്യാൻ, അത് ചൊല്ലിത്തീർക്കാൻ എണ്ണം പിടിക്കുന്ന ഒരു മിഷ്യൻ. എന്തിനാ മനുഷ്യരെ എണ്ണം? അള്ളാന്റെ ഹബീബ് എണ്ണം പഠിപ്പിച്ചത് നമസ്കാരത്തിന് ശേഷമുള്ള ദുആകളിലാ, അതോടൊപ്പം തന്നെ ചില പ്രാർത്ഥനകളിലുമാ. ഏത് സമയത്തും ചെല്ലുന്ന ദിക്റുകൾക്ക് നിങ്ങൾ കയ്യിലൊരു ടിക്കുണ്ടടക്കണം, ഒരു തസ്ബീഹ് മാല കൊണ്ടടക്കണം എന്ന് ലോകത്തിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ആ തസ്ബീഹ് മാലക്ക് അതിന്റെ പ്രാധാന്യം കൊടുത്തപ്പോ വാഹനമിറക്കുന്ന സമയത്ത് തസ്ബീഹ് മാല കണ്ണാടിമ തൂക്കിയിട്ടിട്ട് ബർക്കത്തെടുക്കുന്നവരുണ്ട്. ഏതെങ്കിലും ജാറത്തിലും മക്ബറയിലും ചെന്ന് തസ്ബീഹ് മാല പൂജിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. ഇസ്ലാമിൽ ദിക്റ് ചൊല്ലുമ്പോ അത് രഹസ്യമായിട്ടും ഹൃദയം തുറന്നും അള്ളാഹുവിന്റെ മുൻപിലായിരിക്കണം. അത് നിങ്ങൾ ആളെ കൂട്ടണം, കുറെ സങ്കടപ്പെട്ട് കരയണം എന്നൊന്നും വിശുദ്ധ ഖുർആനിലൂടെയോ പ്രവാചക വചനത്തിലൂടെയോ അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ചിട്ടില്ല. ആളെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു വലിയ ദുആ മജ്ലിസ് നടത്തി പ്രാർത്ഥിക്കുന്നവൻ എന്തെന്ന് പ്രാർത്ഥിക്കുന്നത് പോലും അറിയാതെ കണ്ണു നിറഞ്ഞും മൂക്ക് ചുറ്റിയും സങ്കടപ്പെട്ടും ദ്വാരക്കുന്നതല്ല. മറിച്ച് ഹൃദയം തുറന്ന് അറിയാവുന്ന ഭാഷയിൽ റബ്ബിന്റെ നേരെ കൈനീട്ടിയിട്ടും റസൂല് പഠിപ്പിച്ച വാക്കുകളിലൂടെ അതേ അറബി അക്ഷരത്തിലൂടെയും നിങ്ങൾ അള്ളാന്റെ നേരെ കൈനീട്ടി പറയണം. നാവുകൾ കൊണ്ട് വെറുതെ ആമീൻ പറയുന്നതിനേക്കാൾ ഹൃദയം കൊണ്ട് നിങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങാൻ തയ്യാറാവണം. ഉദ്ഉല്ലാഹ്, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഈ പ്രാർത്ഥനന്റെ പടച്ചോൻ സ്വീകരിക്കും എന്ന ഉറപ്പോടുകൂടി. പക്ഷെ പലപ്പോഴും
ആളുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥനയുടെ അർത്ഥം അറിയുന്നില്ല. ചൊല്ലിത്തീർക്കുന്ന അർത്ഥം എന്തിനു വേണ്ടി എന്ന് പോലും ചിലർക്കറിയുന്നില്ല. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആമീൻ പറയുന്ന നമ്മളിൽ എത്ര പേർക്ക് പടച്ചോനെ നരകത്തിന്റെ അജറിൽ നിന്നും നീ എന്നെ കാക്കണമേ എന്ന മനസ്സോടെയാണ് നമ്മൾ ആമീൻ ചൊല്ലാറുള്ളത്? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് കൊടുക്കണം എന്ന് പറയുമ്പം ആ മനസ്സില്ലെങ്കിൽ ആ ദുആക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് അറിയുന്ന വാക്കുകളിലൂടെയും പഠിച്ചുകൊണ്ടും പ്രാർത്ഥനകൾ പടച്ചോന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വിനയവും രഹസ്യമായിട്ടും നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തേത്, ആവശ്യത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും കാരണവും ആവശ്യവും വരുമ്പോ, എന്തെങ്കിലും സങ്കടം വരുമ്പോ മാത്രം പടച്ചവനോട് ദുആ ചെയ്യാതിരിക്കുക. ഏത് സമയത്തും ആ ദുആ നിങ്ങളുടെ നാവുകളിൽ ഉണ്ടാവണം. കാരണം ആവശ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ പിന്നെ പറഞ്ഞതും ചെയ്തതൊന്നും വലിയ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവൂല. അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞതും സങ്കടപ്പെട്ടതൊന്നും കാര്യം കഴിഞ്ഞ് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു കഴിച്ചിലായി എന്ന് തോന്നിക്കഴിഞ്ഞ പിന്നെ ആ പ്രാർത്ഥനന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവൂല. അങ്ങനത്തെ ദുആ ഉള്ളവരുടെയും അള്ളാഹുവിന് ആ ദുആ വേണ്ട. മറിച്ച് ആവശ്യമുള്ളെങ്കിലും ഇല്ലെങ്കിലും മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും പ്രാർത്ഥന സ്ഥിരമാക്കുന്നുണ്ട് എങ്കിൽ ജഅലഹല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറസ, അവന്റെ ഏത് പ്രശ്നത്തിലും ഏത് വിഷമത്തിലും രക്ഷപ്പെടാനുള്ളൊരു വഴി അള്ളാഹു അവന് തുറന്നു കൊടുക്കും. അവൻ ആരാണെങ്കിൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, നിരന്തരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും പാപമോചനവും ദുആവും നടത്തുന്നൊരു വ്യക്തിയാണെങ്കിൽ, ആവശ്യത്തിനും ഇനി ആവശ്യങ്ങളില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ഇപ്പൊ പറയാറില്ലേ, പ്രത്യേകിച്ച് പരീക്ഷണങ്ങളൊന്നുമില്ല, പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല, പിയാക്കൾക്ക് പ്രശ്നമില്ല, കച്ചവടം നല്ലോണം പോകുന്നുണ്ട്, മക്കളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ട്, അള്ള സഹായിച്ചിട്ടിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോ പോലും നമ്മൾ പടച്ചവനോട് പറയേണ്ടത് എന്താണെന്നറിയാമോ? അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട്, മിൻ സവാലി നിഅമതിക, നീ തന്നതൊന്നും നീങ്ങിപ്പോകരുത് റബ്ബേ. എന്തെങ്കിലും ഒന്ന് നീങ്ങിപ്പോയാ നിന്റെ സമാധാനം പോകും, നിന്റെ കുടുംബത്തിന്റെ സ്വൈര്യം പോകും. ഇതൊക്കെ നീ തന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ തന്നിട്ടില്ലെങ്കിലും ഉള്ളതൊന്നും ഈ കൊണ്ടോ അല്ലേ റബ്ബേ എന്നും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ റബ്ബിനോട് തന്നതിനും തരാത്തതിനും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും പടച്ചവനോട് അങ്ങോട്ട് ദുആ ചെയ്ത് പിന്നെ ആ പ്രശ്നം നീങ്ങിക്കിട്ടുമ്പോൾ കയ്യും തട്ടിപ്പോയാൽ പിന്നീട് അവന്റെ ദുആ പോലും അതിനുവേണ്ടി അള്ളാഹു തആല എത്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയാണ് ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴി. അതൊരിക്കലും കുടിച്ചാ പ്രശ്നം തീരൂല, വലിച്ചാ തീരൂല, 2.5 മണിക്കൂർ സിനിമ കണ്ടാ തീരൂല, കൂട്ടം കൂടി പച്ചയിറച്ചി തിന്നാ റോട്ടുമ്മ പോയി ബൈച്ച് പോയിരുന്നാ തീരൂല. ഹൃദയം തുറന്ന് പടച്ചോന്റെ നേരെ കൈനീട്ടി അല്ലാഹുവേ, നീ തന്നത് തിരുത്താൻ നിനക്കേ പറ്റൂ എന്ന മനസ്സോടെ ആ പറഞ്ഞ യോഗ്യതയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പോലും വിശ്വാസികൾക്ക് നാളെ ഇരട്ടിയായി കാണാൻ സാധിക്കും. അങ്ങനെ ദുആ ചെയ്യുന്ന സാമ്പത്തിക വിശുദ്ധിയുള്ള പടച്ച റബ്ബിനെ ഏറെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീന പള്ളിയിലെ ഉക്കാള ചന്തയിലൂടെ, പള്ളിക്കടുത്തുള്ള ഉക്കാള ചന്തയിലൂടെ നടന്നു പോകുമ്പോൾ നല്ല ഒരു വിരിപ്പിൽ ഭംഗിയുള്ള ഗോതമ്പ് കൂട്ടിവെച്ചത് കണ്ടു. ആ ഗോതമ്പിന്റെ തെളിച്ചവും തിളക്കവും ഭംഗിയും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. പുഞ്ചിരിയോടെ അദ്ദേഹം ആ ഗോതമ്പ് വിൽക്കുന്ന സ്വഹാബത്തിന്റെ അരികിൽ ചെല്ലുകയും അതിൽ നിന്ന് അല്പം ഗോതമ്പ് കൈകൊണ്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. ആ വാരിയെടുക്കുന്ന സമയത്ത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിന്റെ പിൻഭാഗത്തൊരു ചെറിയ നനവ് പോലെ അള്ളാഹുവിന്റെ ഹബീബിന് അനുഭവപ്പെടുകയുണ്ടായി. വാരിയെടുത്ത ഗോതമ്പ് അരികിലേക്ക് വെച്ച് ആ കൂട്ടിയിട്ട ഗോതമ്പിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് അള്ളാന്റെ ഹബീബ് ഒരു പിടിയെടുത്ത് പുറത്തേക്ക് വന്നു. ആ പുറത്തേക്കെടുത്ത പിടി തുറന്നു നോക്കുമ്പോ നനഞ്ഞതും കേടുവന്നതും ചവർപ്പ് പോലെ ഒരു വൃത്തിയും ഭംഗിയുമില്ലാത്ത ഗോതമ്പ് കണ്ടപ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ മുഖഭാഗം ചുവന്ന് തടുത്തപ്പോ അത്രയേറെ ദേഷ്യത്തോടുകൂടി റസൂൽ ചോദിച്ചൊരു ചോദ്യം, അള്ളാഹുവിന്റെ ദുനിയാവിൽ നരകം വിലക്ക് വാങ്ങാൻ വേണ്ടി കച്ചവടത്തിനിറങ്ങിയതാണോ സഹോദരാ നീ വിൽക്കുന്ന കൂമ്പാര ഗോതമ്പിനേക്കാൾ ഉണങ്ങിയ ഒരു പിടി ഗോതമ്പ് വിറ്റാൽ പോലും നിനക്കള്ള ബർക്കത്ത് നൽകുമെങ്കിൽ ബർക്കത്തില്ലാത്ത 1000 പിടി ഗോതമ്പ് വിറ്റ് നരകത്തിലേക്കാണോ നീ ആഗ്രഹിക്കുന്നത്? എണീറ്റ് പോടാ എന്ന് വെറുപ്പോടെ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സാമ്പത്തിക രംഗത്ത് എല്ലാ രംഗത്തും ഇടപെടുന്ന ആളുകൾ 1000 തവണ ഈ ചരിത്രം ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് പലതും പല സമയത്തും അത്യാവശ്യമായി വരുമ്പോ റബ്ബിന്റെ നേരെ കൈനീട്ടുന്ന സമയത്ത് പോലും മനസ്സിന്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ? നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള ഒരാളെ മനസ്സ് വേദനിച്ചൊരു ഉറുപ്പ്യന്റെ ഇല്ല റബ്ബേ എന്നൊരു സമാധാനം ഉണ്ടല്ലോ മനുഷ്യരെ. ആ നിർണായക ഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ആശ്വാസം വലുതാ. അതിനു പകരം ആളെ പറ്റിച്ചും വഞ്ചിച്ചും കള്ളത്തരം കാണിച്ചും ഉണ്ടാക്കിയ മുതലൊന്നും ഉപകാരപ്പെടാതെ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ പടച്ചോന്റെ നേരെ കൈനീട്ടുമ്പോ പോലും അത് അള്ള സ്വീകരിക്കൂലെന്ന് തോന്നുന്ന ഒരു കുറ്റബോധമുണ്ടല്ലോ, അത് നേടിയ സമ്പത്തുകളൊക്കെ നശിപ്പിച്ചു കളയുന്ന ഒരു വേദനയായി ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ ദുആ ചെയ്യണം അള്ളാഹുവിനോട്. എന്ത് ചോദിച്ചുകൊണ്ട്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖുബൂല, റബ്ബേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണം റബ്ബേ. തള്ളിക്കളയുന്ന പോലെ കൂട്ടത്തിൽ ഈ എന്നെ പെടുത്തല്ലോ റബ്ബേ, ആ ദുആ നീ സ്വീകരിക്കണം നാദാ. വത്തൗഫീഖ, നിന്റെ അനുഗ്രഹം എനിക്കുണ്ടാവണം. വൽ ഇഖ്ലാസ, അതോടൊപ്പം പടച്ചോനെ നിഷ്കളങ്കതയുണ്ടാകണം. ഫിൽ ഖൗലി വൽ അമലി, ഞാൻ ഈ ചോദിക്കുന്ന ദുആലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരനുഗ്രഹം ഒരു തൗഫീഖ് എനിക്കുണ്ടാകണം റബ്ബേ. അല്ലാണ്ട് ഞാൻ ഈ കാണിക്കുന്നത് കൊണ്ടൊന്നും അള്ളാന്റെ അരികിലേക്ക് എനിക്കൊരു ഗുണവും തരാത്തൊരവസ്ഥയാണെങ്കിൽ ഇതുകൊണ്ടൊന്നും എനിക്കൊരു നേട്ടം ഉണ്ടാവൂല റബ്ബേ എന്ന് ചിന്തിക്കണം. ചെയ്യുന്ന അമലുകൾക്ക് അള്ളാന്റെ അടുത്ത് തൗഫീഖ് ഉണ്ടാവണം. നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്നവനാണ് നാട്ടുകാർ പറഞ്ഞാൽ പോരാ, അള്ള പറയണം. ഓനാള് സ്വഭാവത്തിൽ എ ക്ലാസ് ഡീസന്റ് ദീനാണ്, നാട്ടുകാർ ഖുർആൻ ക്ലാസ് പോകുന്നത് കണ്ടിട്ട് പറഞ്ഞാൽ പോരാ, പടച്ചോൻ പറയണം. ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി അത് നിന്നെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു നല്ല ഈമാനിന്റെ ദുആ ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ ഈ ഇന്നെ ചേർക്കണം റബ്ബേ. നിന്റെ ഒരു ദുആ പോലും ഇനി തള്ളിക്കളയല്ലേ പടച്ചോനേന്നും നമ്മൾ അവസാനം പ്രാർത്ഥിക്കണം. ഏത് ദുആ ചെയ്താലും അവസാനം റബ്ബിനോട് അതാ പറയേണ്ടത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖുബൂല, പടച്ചോനെ ഞാൻ ഈ ചോദിച്ചതൊക്കെ എനിക്ക് തരണം. ഒന്നും വേണ്ടാത്ത ചോദിച്ചിട്ടില്ല. എനിക്ക് കിട്ടാനുള്ളതും പെണ്ണുങ്ങളെ സൂക്കേടും ഇത് ഏറ്റക്കുറച്ചിലുകൊണ്ട് എനിക്ക് ആദ്യം കിട്ടാനുള്ളത് കിട്ടട്ടെ, രണ്ടാമത് ചോദിച്ച പെണ്ണുങ്ങൾക്ക് കിട്ടട്ടെ, മൂന്നാമത് ചോദിച്ച അയൽവാസിക്ക് കിട്ടട്ടെ. അല്ല റബ്ബേ, എനിക്കെല്ലാം കിട്ടണം, എല്ലാം ഇനി സ്വീകരിക്കണം. അതോടൊപ്പം സ്വീകരിച്ചാൽ പോരാ, ഞാൻ ചെയ്യുന്ന വാക്കിലും പ്രവൃത്തിയിലും ഒരു നന്മയും ആത്മാർത്ഥതയും അതോടൊപ്പം ഒരു നിഷ്കളങ്കതയും ഒരു അനുഗ്രഹമൊക്കെ എനിക്ക് വേണം റബ്ബേ. ഈ ഒരു പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴേ നമ്മൾ ചെയ്ത പ്രാർത്ഥന പോലും അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂ. ആ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്ഥാനം നൽകി ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. എളുപ്പത്തിൽ ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹുൽ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുവേ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് അങ്ങേയറ്റം വെന്റിലേറ്ററിൽ കിടക്കുന്നവരടക്കം നാഥാ, എന്താണോ ഓരോ രോഗികൾക്കും ഹൈറായത് ആ ഹൈർ നൽകി ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും നീ തഖ്വ നൽകണമേ. അല്ലാഹുവേ കടബാധ്യതയിൽപ്പെട്ടവരും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിൽ പെട്ടുപോയവരുമുണ്ട് റബ്ബേ. ഹലാലായ നിലക്ക് ബാധ്യതകൾ തീർക്കാനും കുറ്റമില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, അറിവില്ലാത്ത കാലത്ത് സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കും ബാത്തിലും തിരയാൻ സാധിച്ചിട്ടില്ല നാഥ. ഹക്കായ സമ്പാദ്യമായി പരിഗണിച്ച് ഹറാമില്ലാത്ത സമ്പാദ്യത്തിന്റെ ഉടമയായി നിനക്കിഷ്ടപ്പെട്ട ദുആ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നാഥാ, ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെടുന്ന സഹോദര വിശ്വാസികൾ ഗസയിലടക്കം ഞങ്ങളെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകുകയും ആത്യന്തികമായ സംതൃപ്തിയിലേക്ക് നീ ഓരോ ജനതക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.